കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്നത് പരിഗണനയിലില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സർക്കാരിനോട് ആലോചിക്കാതെയാണ് പത്രവാർത്ത നൽകിയത്. പിന്നെ താൻ എന്തിന് പ്രതികരിക്കണമെന്നും മുഖ്യമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രതികരണം കാണാം. നമ്മളൊക്കൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയത്തില്ല. അന്ന് സർക്കാരുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി പറയുന്ന കാര്യം. സർക്കാരുമായിട്ട് ഇതുവരെ അത്ര ഒരു ആലോചന നടന്നിട്ടില്ല. സർക്കാരിന്റെ പരിഗണനയിലും ആ കാര്യമില്ല. സർക്കാരുമായിട്ട് അവർ ആലോചിക്കാതെ അവർ പത്രവാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പ്രതികരിക്കണത്? സർക്കാരിന്റെ പരിഗണനയിലില്ല അങ്ങനെ ഒരു വിഷയം. നിഷ ദിലീപുണ്ട് കൊച്ചിയിൽ നിന്നും. നിഷ, നേരത്തെയും സർക്കാർ അറിയാതെയാണ് പലതും ചെയ്തതെന്നും ഈ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ അറിഞ്ഞിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് വിഴിഞ്ഞമടക്കമുള്ള വിഷയങ്ങളുടെ ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നാളെ ഇതും വി.ഡി. സതീശൻ മാറ്റി പറയേണ്ടി വരുമോ? പ്രജിത്ത്, ഈ കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന പേര് മാറ്റി കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KMRLന്റെ MD ലോക്നാഥ് ബെഹ്റ സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത്. കാരണം മറ്റ് നഗരങ്ങൾ കൂടി, അതായത് കോഴിക്കോട് മെട്രോയും തിരുവനന്തപുരത്തും ഒക്കെ മെട്രോയുടെ പണി പൂർത്തിയാകുമ്പോൾ ഒരു അതെല്ലാം ചെയ്യുന്നത് KMRLന്റെ നേതൃത്വത്തിലാണ്, KMRL ചെയ്യുന്നത്. ഇങ്ങനെ നഗര കേന്ദ്രീകൃതമായ ഒരു പേര് ആകുമ്പോൾ, അതായത് KMRL കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാകുമ്പോൾ ഇത് ഭാവിയിൽ ഈ ഒരു ഇതിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ തടസ്സമാകും. ആ ഒരു പേര് അതിൻ്റെ ഒരു ഭാവിയെ ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ MD ലോക്നാഥ് ബെഹ്റ സർക്കാരിന് ഇത്തരത്തിലൊരു ശുപാർശ കത്ത് നൽകിയത്. പക്ഷേ ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പലരും രംഗത്ത് വന്നിരുന്നു. എറണാകുളം MP ഹൈബി ഈഡനാണ് ആദ്യം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയച്ചത്. ഒരിക്കലും ഈ പേര് മാറ്റം സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും, കൊച്ചി മെട്രോയ്ക്ക് എവിടെ വേണമെങ്കിലും നിർമ്മാണം നടത്താം, മറ്റ് നഗര കേന്ദ്രീകൃത പദ്ധതികളുടെ ഒക്കെ നിർമ്മാണം നടത്താം, പക്ഷേ പേര് മാറ്റം അത് ആ സമയത്ത് ഈ പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ്. ഇപ്പോൾ ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഹൈബി ഈഡൻ MP ഇന്നലെ വി.ഡി. സതീശന് നൽകിയ കത്തിൽ പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് ഇതിനെ സംബന്ധിച്ച് പ്രതികരണം ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് സർക്കാരിന്റെ പരിഗണനയിൽ അങ്ങനെ ഒരു കാര്യമേ വന്നിട്ടില്ല, പിന്നെ ഞാൻ എന്തിനു പ്രതികരിക്കണമെന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചോദിച്ചത്. എന്തായാലും സർക്കാരിന്റെ പരിഗണനയിൽ ഈ ലോക്നാഥ് ബെഹ്റ നൽകിയ കത്ത് സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇപ്പോൾ പറഞ്ഞത്. പ്രജിത്ത് പറഞ്ഞതുപോലെ ഇനി അത് മാറ്റുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തീരുമാനവുമില്ല. എന്തായാലും നിലവിൽ സർക്കാരിന്റെ പരിഗണനയിൽ ഈ കൊച്ചി മെട്രോ ലിമിറ്റഡിന്റെ പേര് മാറ്റുന്ന കാര്യമില്ല. പിന്നീട് തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ മെട്രോയുടെ നിർമ്മാണം പൂർത്തിയാകുന്ന സമയത്ത് അത് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തായാലും പല കോണുകളിൽ നിന്നും ഇത്തരത്തിൽ ഈ ലോക്നാഥ് ബെഹ്റയുടെ ഈ കത്ത് സംബന്ധിച്ച് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കണമെന്ന ഒരു ശുപാർശ കത്ത് സംബന്ധിച്ച് പല കോണുകളിൽ നിന്നും വിവാദം ഉയരുകയാണ്. ഇത് ലോക്നാഥ് ബെഹ്റ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ നാഗ്പൂർ മെട്രോയുടെ പേര് മഹാരാഷ്ട്ര മെട്രോ ആയും, അപ്പോൾ ലക്നൗ മെട്രോ ഉത്തർപ്രദേശ് മെട്രോ ആയും, അഹമ്മദാബാദ് മെട്രോ ഗുജറാത്ത് മെട്രോ ആയും ഒക്കെ പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇങ്ങനെ ഒരു കത്ത്, അതായത് KMRLന്റെ പേര് മാറ്റി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നതിന് പകരം കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാക്കണമെന്ന് താനൊരു ശുപാർശ കത്ത് നൽകിയത്. പക്ഷേ ഇതിൽ വി.ഡി. സതീശൻ പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ് നൽകിയത് പോലും സർക്കാരിൻ്റെ അനുമതിയോടെ കൂടിയല്ല. അതുകൊണ്ട് ആ ഒരു കാര്യം നിലവിൽ സർക്കാരിൻ്റെ പരിഗണനയിലില്ല. അതുകൊണ്ട് താൻ അതിന് മറുപടി പറയുന്നില്ല എന്നാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രജിത്ത്.